കനത്ത മഴയിൽ ദുരിതത്തിലായി ഡൽഹി. ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് ഒരാൾ മരിക്കുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഡൽഹിക്ക് പുറമെ ഉത്തർപ്രദേശിന്റെയും ഹരിയാനയുടെയും പല ഭാഗങ്ങളിലും ശക്തമായ മഴ ലഭിച്ചു. From that way, bhai. एक बार try कर लो. ഇന്നലെ രാത്രി മുതൽ നിലയ്ക്കാതെ പെയ്ത മഴയാണ് ഡൽഹിയെ വെള്ളത്തിൽ മുക്കിയത്. കൊണാട്ട് പ്ലേസിനോട് ചേർന്നുള്ള മിൻഡോ റോഡ്, എയിംസ് ആശുപത്രിക്ക് സമീപമുള്ള മൂൽചന്ദ് അണ്ടർപാസ്, കത്തവ്യ പത്ത് തുടങ്ങി നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇത് ഗതാഗത കുരുക്കിന് വഴിവെച്ചതോടെ ജനജീവിതം ദുസ്സഹമായി. ഡൽഹിയിലെ വിവിധ മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപവും ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും വെള്ളം കയറി. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിന്റെ ആഭ്യന്തര ടെർമിനലിന്റെ മേൽക്കൂര ഇടിഞ്ഞു താഴെ വീണ് ഒരാൾ മരിച്ചു. ടാക്സി ഡ്രൈവറാണ് മരിച്ചത്. അപകടത്തിൽ മേൽക്കൂരയുടെ തൂണും മറിഞ്ഞു വീണു. നിരവധി വാഹനങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വിമാനത്താവളം സന്ദർശിച്ച വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു കൊല്ലപ്പെട്ടയാളുടെ കുടുംബാംഗങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. This structure has been built in 2009 and what we have asked the DIAL, Delhi International Airport Limited also, is to do a verification inspection from their side. Compensation has also been announced, 20 lakh for the deceased and also for the injured 3 lakhs. വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് പകരം സംവിധാനം ഒരുക്കുകയോ ടിക്കറ്റ് തുക തിരികെ നൽകുകയോ ചെയ്യാൻ വിമാന കമ്പനികൾക്ക് CGCA നിർദ്ദേശം നൽകി. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് റോഡ് ഇടിഞ്ഞു താണു. റോഹിണി സെക്ടർ മെട്രോ സ്റ്റേഷന് സമീപമാണ് റോഡ് തകർന്നത്. കുഴിയിൽ വീണ കാറ് പിന്നീട് പുറത്തെടുത്തു.